അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അപ്പോൾ നമ്മുടെ കഥാപുരുഷനായ ടാഗോർ അദ്ദേഹത്തിൻ്റെ വ്യായാമ കേന്ദ്രത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കൃത്യനിഷ്ഠതകളെക്കുറിച്ച് പറഞ്ഞു, ജീവിതത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ച് എത്രത്തോളം എന്ന് വെച്ചാൽ പല സമയങ്ങളിലും നഗ്നപാതനായി ചെരുപ്പില്ലാതെ ചരിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം എന്ന് പോലും നമ്മൾ പറഞ്ഞു. अभी टैगोर आठ ही बरस के थे कि उनके बड़े भाई जीवदीनाथ ने उनसे कहा, റാബേ തും ഷേർ ക്യോ നഹീ കഹ്തേ. ഇപ്പോൾ ടാഗോറിന് 8 വയസ്സായിട്ടുണ്ട്. ആ സമയത്ത് വലിയ സഹോദരനായ ജീവദീനാഥ് അദ്ദേഹത്തോട് പറയുകയാണ്, റാബേ റാബേ, എന്തുകൊണ്ടാണ് നിങ്ങൾ കവിത പാടാത്തത്? നിങ്ങൾക്ക് കവിതക്കുള്ള കഴിവുണ്ടല്ലോ, എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ കവിത പാടാത്തത്? ടാഗോറിനോടാണ് ഈ ചോദ്യങ്ങൾ. ടാഗോർ അതിനുള്ള മറുപടി എന്താണ് പറയുന്നത് എന്നറിയോ? ടാഗോർ ആ സമയമാണ് കവിതയിലേക്ക് ചിന്തിക്കുന്നത്. കവിതയെക്കുറിച്ച് ചിന്തിക്കുകയും ടാഗോറിനെ പഹലി നസം കനോൽ പർ ലിഖി. ടാഗോർ ആദ്യത്തെ കവിത താമര എന്നുള്ള വിഷയത്തിലാണ് എഴുതിയിട്ടുള്ളത്. താമര എന്ന വിഷയത്തിൽ കവിത എഴുതുകയാണ്. ജീവദീനാഥിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാഗോർ ആദ്യമായി താമര എന്ന് പറയുന്ന വിഷയത്തിൽ കവിത എഴുതുകയാണ്. നസ്മ കൈസി തീ കുച്ച് പത്താ നഹീ. എങ്ങനെയായിരുന്നു ഈ നസ്മ, ഈ ഒരു കവിത എന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. ആ നസ്മ എത്രത്തോളം ഉഷാറായിരുന്നു, എത്രത്തോളം കുറവാണ്, എത്രത്തോളം പ്രശ്നങ്ങളാണ് അതിനുള്ളത് ഒന്നുപോലും അറിയില്ല. അപ്പൊ അദ്ദേഹം കവിത എഴുതി. ആ കവിത ഉഷാറാണോ അല്ലേ, തെറ്റുണ്ടോ ഇല്ലേ, എത്രത്തോളം ശരികളുണ്ട്, എത്രത്തോളം വരികളാണ് അതിൽ കറക്റ്റ് പ്ലേസിൽ കൊടുത്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മൂപ്പർക്ക് തന്നെ അറിയില്ല. ജസ്റ്റ് മൂപ്പർ എഴുതി. പക്ഷേ ലേക്കിൻ ഐസാ ജറൂറത, എന്തായാലും ഇങ്ങനെയുണ്ടായിരുന്നു. എന്താണ് സംഭവം എന്നല്ലേ? के उसे देख कर जीवदीनाथ की आंखों में खुशी के आंसू छलक आए. ആ ഒരു കവിത കണ്ടിട്ട് ജീവദീനാഥിന്റെ കണ്ണിൽ നിന്നും സന്തോഷത്തിന്റെ അശ്രുകണങ്ങൾ ധാരധാരയായി ഒഴുകി വന്നു. സന്തോഷത്തിന്റെ അശ്രുകണങ്ങൾ ധാരധാരയായി ഒഴുകി വന്നു. ഉനോനെ അപ്പിനെ ചോട്ടെ ഭായിക്ക് ഹിമ്മത്ത് ബടായി. ജീവദീനാഥ് തൻ്റെ ചെറിയ സഹോദരൻ്റെ മനോദാർഢ്യം വർദ്ധിപ്പിച്ചോ, മനക്കരുത്ത് വർദ്ധിപ്പിച്ചോ. और सबसे पहले ബംഗാളി ബഹ്റോ കെ ഉത്താർ ചടാവോ പർ തൈലീം ദി. അങ്ങനെ ആദ്യമായിട്ട് ബംഗാളിയിലുള്ള ബഹ്റുകളിൽ, ബംഗാളി ഭാഷയിലുള്ള ഒരുപാട് കവിതകളെക്കുറിച്ചുള്ള ഒരുപാട് പഠന പ്രക്രിയകളിൽ അദ്ദേഹത്തിനെ കൊണ്ട് കർമ്മനിരതനായി. ഉത്താർ ചടാവോ പർ തൈലീം ദി. ഉത്താർ ചടാവോ എന്ന് പറഞ്ഞാൽ ഊഞ്ച് നീച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഉയർച്ചയും താഴ്ചയും എന്ന് പറഞ്ഞാൽ കവിതകളൊക്കെ ഉണ്ടാവുമ്പോൾ ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ചിലപ്പോൾ ചില സ്ഥലത്ത് കുറക്കേണ്ടി വരും, ചില സ്ഥലത്ത് കൂട്ടേണ്ടി വരും, ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അപ്പം അങ്ങനെ ബംഗാളി ഭാഷയിലും അങ്ങനെയൊക്കെ ഒരുപാട് ഉത്താർ ചടാവോ ഉണ്ട്. അപ്പോൾ ആ വിഷയമൊക്കെ എന്ത് ചെയ്തു? നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, ടാഗോർക്ക് ഇത് ടാഗോറിന്റെ കവിതയിലേക്കുള്ള തുടക്കമായിരുന്നു. ഉസ്കേ ബാദ് ജബ് നോർമൽ സ്കൂൾ പहुंचे तो बाकायदा सुर्ख रंग की कापी पर शेर लिखने लगे. അതിനുശേഷം നോർമൽ സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിൽ അദ്ദേഹം എത്തിയപ്പോ വളരെ നിയമാനുസൃതമായി ചുവന്ന നിറത്തിലുള്ള കോപ്പിയിൽ അദ്ദേഹം കവിത എഴുതാൻ തുടങ്ങി. അദ്ദേഹം
താമര എന്ന് പറയുന്ന കവിതയിൽ നിന്നും തുടങ്ങിക്കൊണ്ട് ഇപ്പോൾ അദ്ദേഹം ചുവന്ന നോട്ടെടുത്ത് കോപ്പിയിൽ കവിതകൾ എഴുതുകയാണ്. നോർമൽ സ്കൂളിൽ വെച്ച് നിരന്തരമായി കവിതകൾ എഴുതി അധ്യാപകന്മാരുടെ പ്രശംസകൾ പിടിച്ചുപറ്റി. ഏവരെയും ഹഠാത് ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി അദ്ദേഹം മാറി. അദ്ദേഹത്തിന്റെ കവിത പരിലസിച്ചോ, എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെട്ടു. അക്സർ ഫുർസത്ത് കെ വക്ത് യേ അപ്നെ ഷേർ ജീവതി ബാബു കോ സുനായാ കർത്തേ തെ. അധിക സമയം ഒഴിവ് കിട്ടുന്ന സമയം അദ്ദേഹം പല സമയങ്ങളിലായിട്ട് ജീവതി ബാബുവിനെ തൻ്റെ കവിതകൾ കേൾപ്പിച്ചു കൊടുക്കുമായിരുന്നു. അപ്പൊ കവിത എഴുതുക എന്നുള്ളത് മാത്രമല്ല, അത് മറ്റുള്ള ആളുകൾക്ക് കേൾപ്പിച്ചു കൊടുക്കുക കൂടി ചെയ്തു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാലോ, മറ്റുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാലോ, പറഞ്ഞു കൊടുക്കാലോ, ബാക്കിയുള്ള ആളുകൾക്ക് പ്രചോദനമാകാലോ. ഇങ്ങനെയുള്ള ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ അദ്ദേഹം എഴുതുകയും പല ആളുകൾക്കും, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിലുള്ള ഗുരു ജീവതി ബാബുവിനെ കേൾപ്പിച്ചു കൊടുക്കുമായിരുന്നു. जब उन्हें अपने दोस्तों से मिलाते तो हमेशा शायर की हैसियत से तारुफ कराते. അവർ പല സമയത്തും തൻ്റെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുമ്പോ എപ്പോഴും പറയാനുള്ളത് ഷായിർ കി ഹൈസിയത്ത് സേ താറുഫ് കറാത്തെ. മനസ്സിലായോ? ഞാനൊരു ഷായിറാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പരിചയപ്പെടുത്താറുള്ളത്. ആ ഒരു നിലവാരത്തിൽ തന്നെ ഒരു ഷായിറാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്താറുള്ളത്. അദ്ദേഹം പരിചയപ്പെടുത്താറുള്ളതും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ മറ്റുള്ള ആളുകൾ പരസ്പരം അഭിസംബോധന ചെയ്യുന്ന സമയത്തും അങ്ങനെയാണ് അവർ പരിചയപ്പെടുത്താറുള്ളത്. ഉസ് ഹിമ്മത്ത് അഫ്സായി കാ യേ നതീജ നികലാ കെ യേ ജൽദ് ഷായിർ കി ഹൈസിയത്ത് സേ റോഷനാസ് ഹോ ഗയേ. ഇതിൻ്റെ പരിണിത ഫലം എന്താണ് ഉണ്ടായത്? ഇതിൻ്റെ പരിണിത ഫലം എന്താണുണ്ടായത്? അദ്ദേഹത്തിൻ്റെ മനക്കരുത്ത് വർദ്ധിതമായിട്ടുള്ള ഹിമ്മത്ത് അഫ്സായി, അദ്ദേഹത്തിൻ്റെ ആ ഒരു മനക്കരുത്ത്, മനസ്സിലായോ? ആ ഒരു മനക്കരുത്ത്, അതിൻ്റെ റിസൾട്ട് നിക്കല, പുറപ്പെട്ടു. അതിൻ്റെ അന്തിമ ഫലം എന്തായി ഈ മനക്കരുത്തിൻ്റെ ഒക്കെ എന്തെന്നാൽ യജിൽത്ത് ഷായിർ കി ഹൈസിയത്ത് സേ റോഷനാസ് ഹോ ഗയേ. ഇദ്ദേഹം ഒരു കവി എന്ന രീതിയിൽ എന്തായി? പരിലസിച്ചോ, പ്രശോഭിതനായി, ശോഭിച്ചോ. വലിയൊരു കവി എന്ന രീതിയിൽ ജനങ്ങൾ വാഴ്ത്തി അദ്ദേഹത്തെ. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചടുലമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടായത് എന്നർത്ഥം. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് നിങ്ങൾ എഴുതി വരിക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.